കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുകയും നമ്മുടെ 40 ദിവസത്തെ വചനധ്യാനത്തിൻ്റെ 16ാമത്തെ രാത്രിയിൽ എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുകയും ചെയ്ത് പിന്നിട്ട 31 സെഷനുകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തും ദൈവത്തിന് സ്തോത്രം. നാം ഈ ദിവസങ്ങളിലെ ധ്യാനത്തിനായി ദൈവം നമുക്ക് നൽകിയ കുറിവാക്യം നെഹമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാം വാക്യമാണല്ലോ. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും എന്നുള്ളത് നാം കഴിഞ്ഞ 31-ൽ പരം മെസ്സേജുകളിലൂടെ കേൾപ്പാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ആമേൻ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നതായി നാം ആ ചിന്തകളിലൂടെ നമുക്ക് കാണാനിടയായി. നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ഞരങ്ങുമ്പോൾ ആരും നമ്മളെ കാണുന്നില്ല, ആരും നമ്മളെ അറിയുന്നില്ല, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ എന്തിനാണ് നീണ്ട നാളുകൾ പ്രാർത്ഥിക്കാൻ നെഹമ്യാവിന് നിയോഗം ലഭിച്ചത്? തൻ്റെ മേലുള്ള ദൈവിക ദൗത്യത്തിന് അത്രമാത്രം ആത്മീയ ഒരുക്കം ആവശ്യമായിരുന്നു. ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം അല്പം നീണ്ട നാളുകൾ, ചില മാസങ്ങൾ ഒക്കെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നെങ്കിൽ നാം അതിനകത്ത് പ്രവാചകന്മാരെ വിളിച്ച് അതിൻ്റെ ദിവസം വെട്ടിക്കുറച്ച് ശാസിച്ചത് കൊണ്ടൊന്നും കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകില്ല. ഒരു അമ്മ ഗർഭം ധരിച്ചാൽ ആ കുഞ്ഞിനെ ഡെലിവറി ചെയ്യുവാനായിട്ട് ദിവസങ്ങൾ വേണം. അതെ, അതിന് നിശ്ചയിക്കപ്പെട്ട നാൾ പൂർത്തിയായെങ്കിൽ മാത്രമേ അത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പൈതലിനെ ആ മടിയിൽ ലഭിക്കുകയുള്ളൂ. ഇതുപോലെ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നിയോഗം തരുന്ന നാള് വരെ ക്ഷമയോടെ സഹിഷ്ണുതയോടെ നാം കാത്തിരുന്നാൽ അതിന്മേലുള്ള ദൈവപ്രവൃത്തി കാണാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് തുടർമാനമായി ദൈവാത്മാവ് നിയോഗം തന്നുകൊണ്ടേയിരിക്കുന്നെങ്കിൽ, എനിക്കിന്ന പോലെ ഓർമ്മയുണ്ട്, ഞാൻ ആൻഡമാൻസിൽ ആയിരുന്ന സമയത്ത് ആ ദേശത്തിലുള്ള ഗ്രാമങ്ങൾക്ക് വേണ്ടി, ദ്വീപുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും ദൈവം അതിനൊരു നിയോഗം തരികയും ചെയ്തു. എനിക്ക് അവിടുത്തെ ദ്വീപ സമൂഹങ്ങളെ കുറിച്ച് വേണ്ട അറിവില്ലായിരുന്നു. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, അതേ സൗത്ത് ആൻഡമാൻ, ഇങ്ങനെയുള്ള ദ്വീപ സമൂഹങ്ങളെ 3ആയി ഇവിടെ തിരിച്ചിട്ടുണ്ട്. 2 ഡിസ്ട്രിക്റ്റാണ് അവിടെ ഉള്ളത്. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ നേരെ DC ഓഫീസിലേക്ക് പോയി അവിടെയുള്ളതായ കളക്ടറുടെ PA കണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ വേണ്ടി ദൈവം എന്നെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ആൻഡമാൻസിനെ കുറിച്ച് ഒരു ഗ്ലാൻസ് ഓഫ് ആൻഡമാൻസിന്റെ ഒരു വിവരം തരണമെന്ന്. അദ്ദേഹം ഒരു മാർത്തോമ സഹോദരനായിരുന്നു. ജോണിക്കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവിടുത്തെ കളക്ടറുടെ PA ആയിരുന്നു. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം കുറെ ദിവസങ്ങളെടുത്ത് വ്യക്തമായ ഒരു രൂപരേഖ എനിക്ക് തന്നു. 34 ദ്വീപുകളിൽ ആൾപ്പാർപ്പുണ്ട്. 540-ൽ പരം അതേ ദ്വീപ സമൂഹങ്ങളാണ് അവിടെ ഉള്ളത്. നർക്കോണ്ടം ദ്വീപ് മുതൽ അതേ ക്യാമ്പൽ ബേ വരെയുള്ളതായ ആ അത്രയും ദ്വീപുകളിലേക്ക് എത്താനായിട്ട് 7 ദിവസം കപ്പൽ യാത്ര ചെയ്തേ പറ്റിയുള്ളൂ. അത്ര നീണ്ടുകിടക്കുന്ന സ്ഥലമാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുക മാത്രമല്ല, ആ പ്രിയപ്പെട്ടവനുമായി ഒരാത്മബന്ധം തന്നെ ഞങ്ങൾക്ക് ഉണ്ടാകാനിടയായി. ഞാൻ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചെടുത്ത് ആ ദേശത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ നിയോഗം തന്നപ്പോൾ അതിനെക്കുറിച്ചൊരു രൂപരേഖ തയ്യാറാക്കാൻ ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയ നിയോഗം അനുസരിച്ച് ചെന്നപ്പോൾ ഇന്ന് അദ്ദേഹം വിശ്വാസത്തിലാണ്. ഇന്ന് കർത്താവിന്റെ വേലയിൽ ആ മനുഷ്യൻ വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മളെ നിയോഗിക്കുമ്പോൾ ഓർത്തോണം, അതിൻ്റെ ഓരോ റൂട്ടുകളും അതിൻ്റെ ഓരോ സാധ്യതകളും കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, അതേ മനസ്സിലാക്കേണ്ട വിധങ്ങൾ, ഇതെല്ലാം ദൈവം വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് നമുക്ക് ദൈവം ചെയ്തു തരുവാനിടയായിത്തീരും. പല വീടുകളിൽ പിൽക്കാലത്ത് ഞങ്ങൾ മദ്യപാനികളുടെ ഭവനത്തിലേക്ക് പോകാനിടയായിത്തീരുന്നത്, ചിലരെ കർത്താവിലേക്ക് നയിക്കുവാൻ ഒരുമിച്ച് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുവാനും ഒക്കെ ഇടയായിത്തീരും. ഞാൻ പറഞ്ഞു വന്ന കാര്യം,
ആ ദ്വീപ സമൂഹങ്ങളെ കുറിച്ച് ലഭിച്ചതായ ലിസ്റ്റിൽ 500 ചില്ലുവാനം ഗ്രാമങ്ങളുണ്ട്. ഓരോ ഗ്രാമത്തിനു വേണ്ടിയും എല്ലാ ദിവസവും ഇടമുറിയാതെ 4-5 മണിക്കൂർ 5 തവണ ഇരുന്ന് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന തന്നെ പ്രാർത്ഥന, പ്രാർത്ഥന തന്നെ പ്രാർത്ഥന. ഫ്രണ്ടിൽ നിന്ന് കുറ്റിയിട്ട് ഞാൻ അകത്ത് വന്നിരിക്കും. ആളുകൾ നോക്കുമ്പോൾ അവിടെ പാസ്റ്റർ ഇല്ല. പക്ഷെ ഞാനകത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം പ്രാർത്ഥിക്കാൻ നിയോഗം തന്നാൽ നമ്മൾ ചുമ്മാതെ സമയം വെറുതെ അവിടെ ഇവിടെയും പല കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കരുത്. ദൈവത്തിന് നിങ്ങളുടെ സമയം ആവശ്യമുണ്ടെങ്കിൽ നിശ്ചയമായും ആ സമയം നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. ആ ദൈവമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നാൽ എന്ത്? പ്രാർത്ഥനയിലുള്ള മഹത്വം, പ്രാർത്ഥനയാൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ രീതിയിൽ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞ് ഒരു വിഷയം തന്നെ ഞാൻ നിങ്ങൾക്ക് എടുത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. ദൊറോട്ടാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകുവാൻ ഇടയായി തീർന്നു. നാം അത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാമല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. അപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ കിട്ടുന്ന നിയോഗത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മിഷണറി ഓർമ്മകളോട് ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അതിന്റെ മഹത്വം മനസ്സിലാക്കാനിടയായി തീരും. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ബേട്ടാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ലക്ഷ്യമാക്കി ഞാൻ പോവുകയാണ്. ദുറോട്ടാങ് എന്ന് പറയുന്ന സ്ഥലം, ആ 2 സ്ഥലമാണ് ദൈവം എൻ്റെ ഉള്ളത്തിലേക്ക് നിയോഗിച്ചത്. അപ്പോൾ ഞാൻ ബേട്ടാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇറങ്ങാൻ. കാരണം ആ വാഹനം പോകുമ്പോൾ നമുക്കറിയാം, ബാരട്ടാങ്, കദന്തള ഈ സ്ഥലങ്ങളിലൂടെ പോയാൽ ജർവാസ് എന്ന് പറയുന്ന ഒരു ട്രൈബുണ്ട്. അവർ മനുഷ്യരെ അമ്പെയ്യുന്നു എന്ന് സാധാരണ കേൾക്കാറുണ്ട്. അവർ അമ്പെയ്ത് കഴിഞ്ഞാൽ മുറിവ് കരിയത്തില്ലെന്നും നഗ്നരായ മനുഷ്യരാണ്, നിഗ്രോ പോലിരിക്കുന്ന ആളുകളാണ്. അവരുള്ള ഏരിയകളിലൂടെ പോകുമ്പോൾ പോലീസുകാർ ഗണ്ണുമായിട്ട് അതിൽ കയറി ഗ്ലാസുകൾ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്താണ് ആളുകളെ സേഫായിട്ട് കൊണ്ടുപോകാറുള്ളത്. ഞാൻ അവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ അവരുടെ ഇടയിലേക്ക് പോകാൻ ഒരിക്കൽ ഞാനും കർത്താവിന്റെ ദാസൻ സുനിലൂടെ ആഗ്രഹിച്ചു. പക്ഷെ പോലീസുകാർ ഞങ്ങളെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോരുന്നു. ഞങ്ങൾക്ക് ആത്മഭാരം മൂത്തിട്ട് പോകാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്ത് ഞാൻ പോകുമ്പോൾ ഒരു കാടിന്റെ ഏരിയ വന്നപ്പോൾ ആ കാടിന്റെ ഇടയിൽ ഒരു ഷെഡ് കാണാനിടയായി. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഇവിടെ എനിക്ക് വേലയുണ്ട്. ചോർന്നൊലിച്ച് ഒരു ഷെഡ് കാണിച്ചിട്ട് പറയാ, ഇവിടെ വേലയുണ്ട്. അല്പം മുന്നോട്ട് പോയി ഞാൻ അവിടെ ഇറങ്ങി തിരിച്ചു നടന്നു. ഞാൻ വന്ന് കയറി ആ ഷെഡ് നോക്കിയപ്പോൾ ഏതാണ്ട് ചോർന്നൊലിച്ച് കിടക്കുന്ന ഒരു ഷെഡാ. പ്രൈസ് ഗോഡ്. ഞാൻ അതിന്റെ വാതിലോളം എത്തിയപ്പോൾ കാടിന്റെ ഇടയിലുള്ള ഒരു ഷെഡാണ്. അതിന്റെ ഫ്രണ്ടിലൂടെ ടാറിട്ട് ഒരു റോഡുണ്ട്, ഉള്ളിലോട്ട് വനഭാഗങ്ങളാണ്. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇറങ്ങി. എൻ്റെ സമീപത്തോട് ചെല്ലും തോറും എനിക്ക് ഭയങ്കര ആവേശം തോന്നുന്നു, നിയോഗം തോന്നുന്നു, ആത്മഭാരം തോന്നുന്നു. പക്ഷെ പുറമേ നോക്കിയാൽ പൊളിഞ്ഞ ഷെഡാണ്. ഞാൻ ആ ഷെഡിന്റെ ഇടയിലൂടെ കണ്ണു നോക്കിയപ്പോൾ ഇങ്ങനെ പത്തിക്കാരൻ പാമ്പ്, ഇങ്ങനെ കുഞ്ഞു പാമ്പ് നിന്ന് ആടുകയാണ്. ശ്രദ്ധിച്ചു നോക്കി, തേളുണ്ട്, പഴുതാരയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു സംശയം, ഇത് ദൈവം പറഞ്ഞിട്ടാണോ ഇത്? തേളും പഴുതാരയും സ്തോത്രം, പാമ്പുമുള്ള സ്ഥലത്തൊക്കെ ദൈവത്തിന്റെ വേല തുടങ്ങുന്നത് എങ്ങനെയാണ്? മനസ്സിനകത്തൊരു വല്ലാത്ത ചിന്ത കയറി വന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് പിറന്നു വീഴുവാൻ മനുഷ്യന് ഈ ഒരു മണ്ണിൽ ഇടം കൊടുത്തില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവനെ വണങ്ങുവാൻ വന്നത് ശാസ്ത്രജ്ഞന്മാരായിരുന്നു. എൻ്റെ ഉള്ളിൽ ധൈര്യം കിട്ടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എവിടെയാണ് കർത്താവിനെ അമ്മ പ്രസവിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആമേ സ്ഥലമില്ലായികയാൽ പശുത്തൊഴുത്തിൽ കിടത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇത്രമാത്രം നമുക്ക് വേണ്ടി താണിറങ്ങി വന്ന ഒരു രക്ഷകൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി തീർന്നതിൽ നമുക്ക് എത്ര നന്ദിയുള്ളവരായിരിക്കണം ദൈവസന്നിധിയിൽ, അല്ലേ? പ്രൈസ് ഗോഡ്. ഞാൻ അതിന്റെ ഉടമയെ കാണാനായിട്ട് മുന്നോട്ട് കടന്നുപോയി. ആ ഉടമയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ഐവാൻ എന്നാണ്. ഐവാൻ ചേട്ടനോട് ചോദിച്ചു, ഐവാൻ ചേട്ടാ, ആ ഷെഡ് എനിക്ക് വാടകയ്ക്ക് തരണം. എന്നോട് ചോദിച്ചു, എന്തിനാണ്? എവിടുന്ന് വരുവാ? ആരാ? എന്തുവാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു മിഷണറി ആയിട്ട് പോർട്ട് ബ്ലെയറിൽ വന്നതാണ്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വരവേ ഈ സ്ഥലത്ത് ഇറങ്ങാൻ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്നോട് പറഞ്ഞ് പ്രാർത്ഥനയ്ക്കാന്നോ? അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മതി. പ്രൈസ് ഗോഡ്. ഞാൻ കൊണ്ട് കാണിച്ചപ്പോഴേ അദ്ദേഹം ആ ചെറിയ ഓല വെച്ച് മറച്ച ആ വാതിൽ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, ഇതിനകത്തെല്ലാം വൃത്തികേടായിട്ട് കിടക്കുക.
ഞാൻ പറഞ്ഞു സാരമില്ല, അതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തുകൊള്ളാം, ഇതിനെന്ത് വാടക വേണം? എന്നോട് പറഞ്ഞു വാടകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു അത് പറ്റില്ല. ദാവീദ് പറഞ്ഞു ചെലവില്ലാതെ ഞാന് യാഗം നടത്തുകയില്ല. എനിക്കറിയാം ഇന്നത്തെ അവസ്ഥ മാറി, നാളെ ദൈവപ്രവൃത്തി തുടങ്ങി കഴിയുമ്പോൾ അത് തനിയെ നമ്മളെ ഇറക്കി വിടാതിരിപ്പാൻ ദൈവാത്മാവ് പറഞ്ഞു നീ വാടകയ്ക്ക് തന്നെ അത് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് വാടക ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറഞ്ഞു 50 രൂപ ഞാൻ വാടക തരാം. പുള്ളി പറഞ്ഞു അത്രയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ച് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി, ഞാനത് വൃത്തിയാക്കി എടുത്തുകൊള്ളാം. ഞാൻ ആ ആ അഴുക്കായ പ്രതലത്തിൽ മുട്ടുകുത്തി ദൈവസനെ എന്നെ സമർപ്പിച്ചു. കർത്താവേ, ഞാനൊരു മണ്ടനും കഴിവില്ലാത്തനും അപ്രാപ്തനും ആമേ ഒന്നിനും കൊള്ളരുതാത്തവനാണ്. എന്നാൽ അങ്ങ് പറഞ്ഞയച്ച് ഞാൻ ഈ സ്ഥലത്ത് മുട്ടുകുത്തിയിരിക്കുന്നു. ഈ ദേശത്ത് എനിക്ക് ആരെയും പരിചയമില്ല, പക്ഷെ അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. പ്രാർത്ഥനാ മുറിയിൽ കിട്ടിയ ദർശനം അനുസരിച്ചാണ് ഞാൻ ആ സ്ഥലത്തേക്ക് വന്നത്. പിറ്റേയാഴ്ച ഞാൻ വന്നപ്പോഴേക്കും അദ്ദേഹം അത് വൃത്തിയാക്കി എല്ലാം ഇട്ടു. ഞാനവിടെ മുട്ടുകുത്തി. എനിക്കവിടെ ആരുമില്ല. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം. ഓരോ ആഴ്ചയും 300ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ അവിടെ എത്തും. ആമീൻ. ഓരോ ആഴ്ചയിൽ ഒരാള് 2 പേര് ഇങ്ങനെ അന്വേഷിച്ച് വരാനിടയായി. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ മുറി നിറയാനിടയായി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? സ്തോത്രം. നിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ ആത്മാവ് ഹേമിച്ചാൽ, നിർബന്ധിച്ചാൽ, ഉണർത്തിയാൽ, സംശയം കൂടാതെ, സാഹചര്യങ്ങളെ ഒന്നും കണ്ട് ഭാരപ്പെടാതെ, നിലവിലുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായി നമുക്ക് തോന്നിയാലും പരിശുദ്ധാത്മാവാണ് പറഞ്ഞയച്ചതെങ്കിൽ ദൈവം വിടുവിക്കാൻ കണ്ട ആളുകളുടെ ഇടയിൽ ആണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കിയിരിക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവാത്മാവ് എപ്രകാരം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. അത് തിരിച്ചറിയുന്ന സ്ഥലമാണ് നിങ്ങളുടെ മുഴങ്കാൽ. അത് തിരിച്ചറിയുന്ന സ്ഥലമാണ് നിങ്ങളുടെ വചനധ്യാന സമയം. അത് തിരിച്ചറിയുന്ന സമയമാണ് ആത്മനിറവിൽ ആരാധിക്കുന്ന സമയം. അത് തിരിച്ചറിയുന്ന സമയമാണ് ഉപവാസ സമയം. അത് തിരിച്ചറിയുന്ന സമയമാണ് ആത്മാവിൽ നടക്കുന്ന പോരാട്ട പ്രാർത്ഥനയിൽ അത് വെളിപ്പെട്ടു വരും. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രിയിലും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ആമേൻ, നിങ്ങളാൽ വിടുവിക്കപ്പെടാനുള്ളത്, നിങ്ങളുടെ ഭവനത്തിൽ വന്നു കയറാനുള്ള ബ്ലെസ്സിങ്, ഇതിനെയൊക്കെയും തടഞ്ഞിട്ടിരിക്കുന്നതോ തലമുറയുടെ ഭാവി തടഞ്ഞിട്ടിരിക്കുന്നതായ ഏത് വിഷയങ്ങളിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ അതിന്റെ വിടുതൽ കാണുവോളം, അതിന്റെ പരിഹാരം കാണുവോളം, അതിന്മേലൊരു നടത്തിപ്പ് ആമേ വെളിപ്പെടുവോളം നിങ്ങൾ ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. നിശ്ചയമായും ഈ കഴിഞ്ഞ 2 ആഴ്ച നിരന്തരമായി നിങ്ങൾ രാവിലെയും വൈകിട്ടും കേട്ടുകൊണ്ടിരുന്ന ക്ലാസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിശ്ചയമായി വരുത്തി എന്ന് എനിക്ക് ക്രിസ്തുയേശുവിൽ ഞാൻ അറിയുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങളാൽ ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു. തിരിച്ചു വരാം. നമ്മൾ 7-ാമത്തെ അധ്യായത്തിലേക്കാണല്ലോ വന്നത്. അതിന്റെ 2-ാം വാക്യമാണ് നമ്മൾ ഈ 3 സെഷനിലും, ഇന്ന് 4-ാമത്തെ സെഷനിലും നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ്? അതിലൊരു പ്രധാനപ്പെട്ട പദമാണ് ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. അടുത്ത വാക്കാണ് നമ്മൾ ചിന്തിച്ചത്. അവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. ദൈവഭയം, ദൈവഭക്തി എന്നുള്ള, ദൈവഭക്തൻ എന്നുള്ള ആ വാക്കിനെ ആസ്പദമാക്കി നമ്മൾ 3 ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സും അത് തന്നെയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൈവഭക്തി എന്താണ്, ദൈവഭയം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, മതഭക്തി അല്ല ദൈവഭക്തി, റിലീജിയസ് ഫിയർ അല്ല ദൈവഭക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ കാണുന്ന യുദ്ധങ്ങളും വധങ്ങളും മുഴുവൻ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ റിലീജിയസ് ഭക്തി കൊണ്ടാണ്. ആമേൻ. യേശുക്രിസ്തു മാത്രമേ വാൾ ഉറയിലിടാൻ പറഞ്ഞുള്ളൂ. ആമേൻ. ലോകത്തിലുള്ള മുഴുവൻ മതങ്ങളും വാളുകൊണ്ട് ആളുകളെ കൊന്നൊടുക്കി സ്ഥാപിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു വാൾ ഉറയിലിടുക. എന്തുകൊണ്ടാണ് വാൾ ഉറയിലിടാൻ യേശു പറയാൻ ഇടയായി തീർന്നത്? ലോകത്തിലുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയുള്ള വാളാണ് ദൈവവചനം എന്ന വാൾ. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിന്റെ ആയുധം സ്നേഹത്തിന്റെ ആയുധമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാഷ്ട്രങ്ങൾ പലരും പിടിച്ചടക്കിയത് വാളുകൊണ്ടാണ്. ചരിത്രങ്ങളിൽ നമുക്കതറിയാം. പലരും മതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് വാളുകൾ കൊണ്ട് യുദ്ധം ചെയ്തിട്ടാണ്. പക്ഷേ നമ്മുടെ കർത്താവിന്റെ ആയുധം സ്നേഹത്തിന്റെ ആയുധമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
പുതിയ നിയമത്തിൽ ഉള്ള ഈ നമ്മുടെ യുദ്ധങ്ങൾ പഴയ നിയമം പോലെ ആയിരുന്നെങ്കിൽ ഒരു ചിന്തകൻ പറഞ്ഞു, ഭൂമിയിൽ ഒരു ശത്രുക്കളും ശേഷിക്കയില്ലായിരുന്നു. ഒരു ഗോലിയാത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ദാവീദോ ഒക്കെ കാലേബോനെ ഒക്കെ പോലെ വാളരക്കി കെട്ടി യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനിത്വത്തിനെതിരെ ഒരു മനുഷ്യനും ശബ്ദിക്കയില്ലായിരുന്നുവെന്ന് ഒരപ്പച്ചൻ പറയാനിടയായി തീർന്നു. പക്ഷേ നമുക്കറിയാം, ഈ മാർഗത്തെ എതിർക്കുന്ന ഏതൊന്നിനെയും സ്വാധീനിക്കുവാൻ ഈ ആത്മശക്തിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പ്രൈസ് ഗോഡ്. എനിക്കറിയാം, RSSൽ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ, അദ്ദേഹത്തിന്റെ പേര് ലാലു ആർപോൾ. ഇന്ന് അദ്ദേഹം വൈറ്റിലയിൽ അടുത്ത് അദ്ദേഹം ആലപ്പുഴയിൽ അടുത്ത് ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വേല ചെയ്യുന്നു. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, കൂടെ പഠിക്കുന്ന പെൺകുട്ടിക്ക് കുറെ നാളുകളായി അവളുടെ ഉള്ളിൽ വലിയ പ്രേരണ, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഒരു ദിവസം പറഞ്ഞു, നിന്റെ പാസ്റ്ററിനെ ഞങ്ങൾ വെട്ടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന്. അദ്ദേഹം അതേ അമ്പലത്തിൽ അവരുടേതായ പ്രോഗ്രാം നടക്കുമ്പോൾ ഇങ്ങനെ പറയാനിടയായി തീർന്നു. ഇങ്ങനെ വീട് കയറി ഇങ്ങനെ ആളുകളോട് സുവിശേഷം പറയുന്ന ആളിനെ കാര്യമായി കൈകാര്യം ചെയ്യണം. ആരാണ്? ലാലു ആർപോൾ പറഞ്ഞു, ഞാൻ ഏറ്റത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് വാള് തേച്ച് കൊണ്ട് തന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു എന്നാണ് അദ്ദേഹം സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിറ്റേ ദിവസം സ്കൂളിൽ വരുമ്പോൾ ആ സ്കൂളിൽ അദ്ദേഹം മയങ്ങി വീണു. നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ഗോഡ്. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി അവിടെ വെച്ചാണ് ദൈവമായ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന ഏത് എതിരാളിയെയും ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ സത്യത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങളെ തടയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. നമുക്കറിയാം, ശൗല് വീടാന്തോറും ഏറ്റവും അതേ സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന് ദേശം മുഴുവൻ ഭീതി പരത്തിയ മനുഷ്യനായിരുന്നു അതേ ശൗൽ എന്ന് പറയുന്ന ആള്. വലിയ ഉയരമൊന്നുമുള്ള ആളല്ല. നമുക്കറിയാം, പിൽക്കാലത്ത് താനെ ദൈവസന്ദർശനം ഉണ്ടായി തന്നെ വധിക്കുവാൻ ആളുകൾ ഒരുങ്ങിയപ്പോൾ ശതാധിപൻ തന്നെ കൊട്ടയ്ക്കകത്ത് ഇറക്കി വിട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പൊ കൊട്ടയ്ക്കകത്ത് ഒതുങ്ങുന്ന ഒരാളായിരുന്ന ആള്. പക്ഷേ താൻ ബഹുഭാഷാ പണ്ഡിതനും അതേ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവനും റോമ പൗരനും ബഹുഭാഷ പണ്ഡിതനും റിച്ച് മാനും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളും അതേ അങ്ങനെ പബ്ലിക്കിലായിട്ട് ഭയങ്കര ഇമേജ് ഉള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം പൊരുതിയത് റിലീജിയസ് ഭക്തിയിലായിരുന്നു. യഹൂദ മതാനുസാരിയായ യഹൂദ മതത്തിന് വേണ്ടി പൊരുതിയിരുന്നു. താൻ പരീശനായിരിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ മശികയുടെ അതേ അവതാരത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള മശികൈക പ്രവചനത്തെക്കുറിച്ചും വ്യക്തമായി വായിക്കുന്നുണ്ട്. പിൽക്കാലത്ത് അതേ പൗലോസ്ലീഹ ലേഖനങ്ങൾ എഴുതുമ്പോൾ, റോമാലേഖനം, എബ്രായ ലേഖനം, മറ്റ് ലേഖനങ്ങളൊക്കെയും എഴുതുമ്പോൾ പൗലോസ് എടുത്തുദ്ധരിച്ച പഴയ നിയമത്തിലെ വാക്യങ്ങളെല്ലാം താൻ അടുക്കടുക്കായി പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്ഥാപിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം തലയിലുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ചില ആളുകൾ എന്താണ് സത്യം അറിഞ്ഞാലും അവിടെ നിന്നുകൊണ്ട് സത്യത്തെ അനുസരിക്കാതെ ജനത്തെ ചതിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏതൊരു മനുഷ്യന്റെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെട്ടു വരുന്നുവെന്ന് റോമാലേഖനം 1-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു നമ്മളത് വായിക്കുന്നുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന, എടുത്തവരൊന്ന് വായിക്കണമേ, റോമാലേഖനം 1-ാമത്തെ അധ്യായം. ഓക്കെ, somebody can read it. 18-ാം വാക്യം, റോമൻ ചാപ്റ്റർ 1 വേഴ്സ് 18. എന്താണ്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നോക്കുക, അപ്പോൾ സത്യം ഉള്ളിൽ മനസ്സിലായി, എന്നിട്ട് തന്നെ എന്ത് ചെയ്യാണ്? അതനുസരിക്കാതെ അതിനെ തടുക്കുകയാണ്. എന്തെല്ലാം ദൈവിക സത്യങ്ങളാണ് ഇന്ന് അതേ ക്രൈസ്തവ ലോകം തന്നെ അത് അനുസരിക്കാതെ വണ്ണം അതേ പല ആചാര അനുഷ്ഠാനങ്ങൾ ആളുകളുടെ തോളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ കർത്താവ് അതേ മത്തായി സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന 7ഓളം ശാസനകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. 23-ാമത്തെ അധ്യായം കർത്താവ് ഹിപ്പോക്രറ്റിക്കലായിട്ടുള്ള കപടഭക്തരായ ആളുകളെ അതികഠിനമായി ശാസിക്കുന്നു. നാം ചിന്തിച്ചു വന്നത് മറ്റേതൊരു വ്യക്തിയെക്കാളും അവൻ എന്തായിരുന്നു? ദൈവഭക്തനും
വിശ്വസ്തനുമായിരുന്നു. അപ്പൊ ദൈവഭക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ശരിയായ അറിവ് നമുക്കുണ്ടായിരിക്കണം. കപടഭക്തിയല്ല ദൈവഭക്തി. നിങ്ങൾ മനസ്സിലാക്കണം, കപടഭക്തിയല്ല ദൈവഭക്തി. കർത്താവ് അത് പരീശന്മാരെയും ശാസ്ത്രിമാരെയും അതിശക്തമായ നിലയിൽ അതേ വിമർശിപ്പാനിടയായി. എന്താണ് കർത്താവ് പറഞ്ഞത്? പരീശന്മാരും ശാസ്ത്രിമാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. കർത്താവ് പറയുകയാണ്, അവര് പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്തോ, പക്ഷെ അവരെ പോലെ ആകരുതാനും. എന്താണ് അവർ പ്രീച്ച് ചെയ്യുന്നു, ബട്ട് ദേ ആർ നോട്ട് പ്രാക്ടീസിങ്. മോഡലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ 23-ാമത്തെ അധ്യായത്തിൽ 7 സ്ഥലങ്ങളിൽ തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ സ്ഥലങ്ങളിലും തമ്പുരാൻ പറയുകയാണ്. അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ തമ്പുരാൻ പറയുന്നു, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. 4-ാം വാക്യം, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരലുകൾ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. ഇങ്ങനെ താഴോട്ട് പറയുമ്പോൾ കർത്താവ് വളരെ ശക്തമായ നിലയിൽ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഹാ കഷ്ടം. അതെ, 13-ന്റെ അവസാനം പറയുന്നു, നിങ്ങൾക്ക് ഹാ കഷ്ടം. 14-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഹാ കഷ്ടം. അതെ, 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഹാ കഷ്ടം. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഹാ കഷ്ടം. 25-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഹാ കഷ്ടം. 27-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഹാ കഷ്ടം. 29-ാം വാക്യത്തിൽ പറയുന്നു, ഹാ കഷ്ടം. ഇതാരോടാ പറയുന്നത്? ലീഡേഴ്സിനോടാണ് പറയുന്നത്. എത്ര ഭയാനകരമായ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്, പ്രിയ സഹോദരങ്ങളെ. എന്നാൽ നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരാൾ യെശയ്യാ 3-ാം അധ്യായം 12-ാം വാക്യം കൂടെ വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും എന്തെഴുതിയിരിക്കുന്നു? മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അതെ, ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. ഈ ജനത്തെ നടത്തുന്നവർ അവരെ എന്ത് ചെയ്യുന്നു? തെറ്റിച്ചു കളയുന്നു. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ലീഡേഴ്സിനോട് ദൈവം അതിശക്തമായ നിലയിൽ തമ്പുരാൻ പറയുകയാണ്. എന്താണ്? ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. അവരാൽ നയിക്കപ്പെടുന്നവർ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. അതേ സഹോദരങ്ങളെ, ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ ദൂത് കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് അതിന്റെ പൊരുളുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, മൂപ്പനും മാന്യ പുരുഷനും തന്നെയാണ് തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിപ്പാൻ സമർത്ഥരായ മാന്യരായ അവസ്ഥയെ കാണിക്കുന്നു. അടുത്ത എന്താണ്? അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അപ്പോൾ തെറ്റായ ഉപദേശം പറയുകയും അങ്ങനെ പഠിപ്പിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നവനാണ് വാൽ എന്ന് നമ്മൾ കാണുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും. അവിടെ പറയുന്നു, എന്റെ ജനമേ, എന്റെ ജനമോ, എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഭക്തന്മാരായ മനുഷ്യരുടെ ശിഷ്യത്വത്തിൽ നിന്ന് മാത്രമേ ദൈവഭക്തിയുള്ള ഒരു തലമുറ എഴുന്നേൽക്കുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യരുടെ കൂടെ സഹകരിച്ചാൽ നിങ്ങൾക്കും പ്രെയർ ലൈഫ് ഉണ്ടാകും. നിങ്ങൾ വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായുള്ള അതേ കൂട്ടായ്മ ആചരിച്ചാൽ, ആ നിലയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ അവരുടെ ക്യാരക്ടർ ഉള്ളവരായി മാറും. നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ലീഡർഷിപ്പിനെ ദൈവം ശക്തമായി താക്കീത് നൽകി വിമർശിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥമായ ദൈവഭക്തി എന്താണ് എന്ന്. ഈ 2-3 സെഷനിൽ ഞാൻ നിങ്ങളോട് പറയുവാനിടയായി തീർന്നു. സർവശക്തന്റെ ശക്തിയും അധികാരവും തിരിച്ചറിയുമ്പോൾ, തിരിച്ചറിഞ്ഞ ശക്തിയെയും അധികാരത്തെയും അതിൻ്റെ അധിപനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് കൊടുക്കുന്ന ആദരവും ബഹുമാനവുമാണ് ദൈവഭയമെന്നും ദൈവഭക്തി എന്നും പറയുന്നത്.
ആമേൻ. ഈ സർവത്തിൻ്റെയും സൃഷ്ടാവും പരമാധികാരിയുമായിരിക്കുന്ന മഹാദൈവത്തിന്റെ അത്യന്തമായ ശക്തിയെയും ഈ മഹാദൈവത്തിന്റെ സർവ അധികാരത്തെയും തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ തമ്പുരാന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നൽകുന്ന ആദരവും ബഹുമാനവുമാണ് ഭയഭക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് മനുഷ്യർ തിന്മകൾ ചെയ്യുവാനും അധർമ്മങ്ങൾ ചെയ്യുവാനും പാപം ചെയ്യുവാനും പ്രേരിതരാകുന്നത്? ദൈവം വെറുക്കുന്നതിനെ വെറുക്കാൻ മനസ്സില്ലെങ്കിൽ അവർക്ക് ദൈവഭയമില്ലെന്ന് മനസ്സിലാക്കണം. ദൈവം ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടാൻ മനസ്സുള്ളവരാണ് ദൈവഭക്തന്മാരായ ആളുകൾ. പ്രൈസ് ഗോഡ്. ദൈവത്തോട് ചേർന്ന് നടക്കുവാനും ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാനും സഹിഷ്ണുതയുള്ളവരാണ് ദൈവഭക്തന്മാർ. നിങ്ങൾ 12-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ എന്ത് ചെയ്തിരിക്കുന്നു? കുറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കാലത്തിന്റെയും കഥ ഇത് തന്നെയല്ലേ? പ്രൈസ് ഗോഡ്. ആമേൻ. എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ദൈവനാമം ദുഷിക്കപ്പെടുന്ന എത്രയോ എത്രയോ കാര്യങ്ങളാണ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇവയൊക്കെയും കാണുമ്പോൾ ഒന്നുകൂടെ നമ്മളെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും ഒന്നുകൂടെ വിനയപ്പെടുത്തുവാനും ഒന്നുകൂടെ എളിമപ്പെടുവാനും ഒന്നുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ കൊമ്പുകളോട് യാഗപ്പശുവിനെ ചേർത്ത് കെട്ടുവീനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിനെ കുറെ കൂടെ അടുത്ത് ചെല്ലുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. അപ്പോൾ ദൈവഭക്തിയും മതഭക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവഭക്തിയും മതഭക്തിയും രണ്ടാണ് സഹോദരങ്ങളെ. മതഭക്തി എന്ന് പറയുമ്പോൾ ആമേ അത് റിലീജിയസ് ഭക്തിയും പള്ളിഭക്തിയും ആമേ ഇതെല്ലാം അതിനകത്ത് വരും. ഇന്ന് ദൈവം പറയാത്ത എത്രയോ കർമാചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഭക്തിയുടെ പേരിൽ തന്നെ നമ്മൾ കണ്ടുവരുന്നത്. ഞങ്ങള് എന്തെല്ലാം നേർച്ചകൾ പോയി കണ്ടിട്ടുണ്ട്. ഉരുള് നേർച്ച, പിടിപ്പണംപാരല്, അടിമ വെപ്പിക്കല്, ഇങ്ങനെ ധാരാളം കാര്യങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും നാം കണ്ടുവരുന്നത്. ദൈവമക്കളെ, യഥാർത്ഥ ദൈവഭക്തി ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ അതിന് ചില പ്രത്യക്ഷ തെളിവുകളുണ്ട്. എന്താണ് ആ തെളിവുകൾ? യഥാർത്ഥ ദൈവഭക്തിയുള്ള വ്യക്തിയാണെങ്കിൽ അവർ കൊടുക്കുന്നത് 1-ാം സ്ഥാനം മാനുഷ്യ കൽപ്പനകൾക്കല്ല, ദൈവവചനത്തിനാണ്. ദൈവവചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവർ മാത്രമാണ് ദൈവഭക്തരായ ആളുകൾ. പ്രൈസ് ഗോഡ്. ആമേൻ. കുറെ നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് കൊട്ടാരക്കര ടൗണിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ വണ്ടിയിൽ ആർക്കോ ഫോൺ ചെയ്യുമ്പോൾ അതുവഴി ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകാനിടയായി. എൻ്റെ അരികിൽ വന്നിട്ട്, ഒരു സ്വാമിയാണ് അദ്ദേഹം, എൻ്റെ അരികിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ്, എനിക്ക് ഒരു ഊണ് മേടിക്കാൻ പൈസ തരുമോ എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ കയ്യിൽ ഇരുന്ന 200 രൂപ, ക്ഷമിക്കണേ ഞാൻ കൊടുത്തു പറയുമല്ല, 200 രൂപ ഞാൻ എടുത്തു കൊടുത്തിട്ട് നല്ല ഭക്ഷണം പോയി വാങ്ങി കഴിച്ചാട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പൈസ കൊടുത്ത് അദ്ദേഹം ഇങ്ങനെ കൈകൂപ്പിയിട്ട് മടങ്ങി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു: നീ കൺവെൻഷന് പ്രസംഗിക്കാൻ വെച്ചിരിക്കുന്ന ഈ വണ്ടിയിൽ ഇരിക്കുന്ന ബൈബിള് നീ അദ്ദേഹത്തിന് കൊടുക്ക്. അദ്ദേഹത്തിന് ഒരു ബൈബിൾ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേറെ എൻ്റെ കൺവെൻഷന് പ്രസംഗിക്കുന്ന ബൈബിളേ ഉള്ളൂ. കർത്താവേ, ഞാൻ എന്നോ ചെയ്യും, ഇത് കൊടുത്താൽ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ അത് കൊടുക്ക്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു, ഇങ്ങ് വന്നാട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അടുത്തു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അയ്യോ കൊടുത്തത് പോരാല്ലേ, ഇച്ചിരൂടെ എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നി. 100 രൂപയും കൂടെ എടുത്ത് കൈ കൊടുത്തേച്ച് ഈ പുസ്തകം എടുത്ത് അദ്ദേഹത്തിന്റെ കൈ കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇത് സത്യവേദ പുസ്തകമാണ്. അദ്ദേഹം നീണ്ട താടിയുള്ള ഒരു മനുഷ്യനാണ്, കാവ്യവേഷമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബൈബിൾ കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആദരവോട് സ്വീകരിച്ചുകൊണ്ട് എന്നോട് പറയുക, ഇതേല് ഒന്ന് കിട്ടാൻ ഞാൻ ഏറിയ നാളുകളായി കൊതിക്കുകയായിരുന്നു. എൻ്റെ മനസ്സ് ഭയങ്കര ഷോക്കായി പോയി. കാരണം അദ്ദേഹം മതഭക്തിയിലല്ല നിൽക്കുന്നത്, അദ്ദേഹം ദൈവഭക്തിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സത്യാന്വേഷിയാണ് എന്ന് എനിക്ക് മനസ്സിലാകാനിടയായി തീർന്നു. സഹോദരങ്ങളെ, ഭക്തന്മാരായ ആളുകൾ പല നിലകളിൽ ദൈവത്തെ അന്വേഷിച്ചെന്ന് വരും. ആമേ, പ്രാർത്ഥനയിലൂടെ അന്വേഷിക്കുന്ന ആളുകളുണ്ട്, വചനത്തിലൂടെ അന്വേഷിക്കുന്ന ആളുകളുണ്ട്, പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് കേട്ടിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പ്രൈസ് ലോർഡ്. നഥനയേൽ പ്രവാചക പുസ്തകത്തിൽ നിന്ന് കാത്തിരുന്നയാളായിരുന്നു. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും
വരുമോ? പ്രവാചക പുസ്തകത്തിൽ നിന്ന് അന്വേഷിച്ചയാളാണ്, തിരുവെഴുത്തിൽ നിന്ന് അന്വേഷിച്ചയാളാണ് എത്യോപ്യക്കാരനായ ഷണ്ണൻ. അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന് വന്ന് അതേ യഹൂദന്മാരുടെ ദൈവത്തെ, അവരുടെ പള്ളിയൊക്കെ ഒന്ന് കണ്ട് ദൈവത്തെ ആരാധിച്ചിട്ട് കടന്നു പോകുമ്പോൾ ആരോ അദ്ദേഹത്തിന് ആദരവിന്റെ സൂചകമായി കൊടുത്തതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. അത് തേരിലിരുന്ന് വായിച്ചു പോകുമ്പോഴാണ് താനെ അറുപ്പാനുള്ള ആടുകളെ പോലെ തന്നെ എണ്ണി എന്ന് യെശയ്യാ 53 വായിക്കുമ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ യെരൂശലേമിൽ നിന്ന് രഥത്തിൽ എത്യോപ്യയിലേക്ക് ഈ ഷണ്ണൻ പോകുമ്പോൾ ശമരിയിൽ വലിയ ഉണർവ് യോഗത്തിന് അതേ ഫിലിപ്പോസ് പ്രസംഗിക്കുകയാണ്. ദൈവാത്മാവ് തന്നോട് പറഞ്ഞു, മതി, ഇവിടെ നിന്ന് നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ. നോക്കുക, വചനത്തിലൂടെ വായിച്ചു വരുമ്പോൾ എത്യോപ്യക്കാരനായ ഷണ്ണന്മാർക്ക് ദൈവാലയത്തിൽ പ്രവേശിക്കാൻ പഴയ നിയമത്തിൽ വ്യവസ്ഥയില്ലെങ്കിലും യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, ഷണ്ണന്മാർക്കും യഹോവയുടെ ആലയത്തിൽ ഞാൻ പ്രവേശനം നൽകുമെന്ന്. അപ്പൊ നിങ്ങൾ തിരിച്ചറിയണം, ദൈവം സാധ്യതയില്ലാത്തിടത്ത് സാധ്യത ഒരുക്കി യഹൂദന്മാരുടെ ദൈവത്തെ ആരാധിച്ചിട്ട് ആമേൻ കടന്നു പോകുമ്പോൾ തനിക്ക് കിട്ടിയ പുസ്തകം നിമിത്തം, ആ ചുരുള് നിമിത്തം വായിച്ച് താനിങ്ങനെ ആത്മീയ സന്തോഷം കൂടുതൽ കൂടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിച്ചു പോവുക. പക്ഷേ വായിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോരുത്തരും ടെസ്റ്റ്മണിയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. വായിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അർത്ഥമോ ഇതിന്റെ പൊരുളോ ഒന്നും മനസ്സിലാകാതെ ഇരുന്നിടത്താണ് ഇങ്ങനെ ഒരു സ്റ്റഡിയിലൂടെ അത് ഗ്രഹിപ്പാൻ കഴിഞ്ഞതെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അതേ തിരുവെഴുത്തുകൾ തെളിയിച്ചു തരുവാൻ കർത്താവിനെ ഉപയോഗിച്ചതിലും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ആ മനുഷ്യനെയും തേരിലിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ ഇത് ആരെ കുറിച്ചാണ്? എന്നെ കുറിച്ചാണോ? വേറെ വല്ലവരെ കുറിച്ചാണോ? അപ്പോൾ ദൈവവചനത്തിലുള്ളത് റിയലായിട്ടുള്ള ദൈവഭക്തി ആണെങ്കിൽ വചനത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകുന്നു, വചനം കൈക്കൊള്ളാനുള്ള മനസ്സുണ്ടാകുന്നു. താങ്ക് യു മൈ ജീസസ്, ഹല്ലേലൂയ. അപ്പോഴാണ് താനെ ദൈവാരുളപ്പാടിനനുസരിച്ച് ഫിലിപ്പോസ് യോഗം അവിടെ നിർത്തിയിട്ട്, ആ ശമരിയിലെ ഉണർവ് നിർത്തിയിട്ട് താൻ നേരെ വരികയാണ് ആളില്ലാത്ത സ്ഥലത്ത്. പ്രൈസ് ഗോഡ്. നമ്മൾ ഇന്ന് ഗൂഗിൾ മാപ്പ് പോലെ സൗകര്യങ്ങളൊന്നുമില്ല, നിർജ്ജന പ്രദേശമാണ്. അതെ, അവിടെ ആൾപ്പാർപ്പൊന്നുമില്ല. ആൾപ്പാർപ്പില്ലാത്തടത്ത് പോകാൻ തമ്പുരാൻ പറയുമോ? അതേ സഹോദരങ്ങളെ, ആത്മനിയോഗം ബുദ്ധിയുടെ തുലാസിൽ ഒരിക്കലും തൂക്കി നോക്കരുത്. പരിശുദ്ധാത്മാ പറയുന്ന അനുസരിച്ചാൽ നിങ്ങൾ അതിന്റെ റിസൾട്ട് കാണാനിടയാവും. നമുക്ക് നന്ദിയോടെ ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്യാം. താനിങ്ങനെ അതിവേഗം നടന്നു പോകുമ്പോൾ ഇതാ ഒരു രഥം തന്റെ മുന്നിൽ കൂടെ കടന്നു പോകുകയാണ്. ആത്മാവ് തന്നോട് ഇടപെടുകയാണ്, നീ വേഗം അതേ രഥത്തോട് ചേർന്ന് നടക്കാം. അപ്പോൾ കുതിരപ്പുറത്താണ് അതേ താനെ കടന്നു പോകുന്നത് ഷണ്ണൻ. തേര് തെളിച്ചു പോവുകയാണ്. പക്ഷേ എത്ര ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഓടുന്നത്. പ്രൈസ് ഗോഡ്. ചേർന്ന് നടക്കുമ്പോൾ, അതിവേഗത്തിൽ സ്പീഡിൽ നടക്കുമ്പോൾ താൻ രഥത്തിൽ ഇരുന്ന് ഉറക്ക വായിക്കുകയാണല്ലോ. അതുകൊണ്ടല്ലേ ഫിലിപ്പോസ് അത് കേൾപ്പാനിടയായി തീർന്നത്. നിങ്ങളുടെ ഭവനത്തിലാണെങ്കിലും ഉറക്ക ദൈവവചനം വായിക്കണം. കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ ഞാൻ പുറത്ത് മിഷണറി പ്രവർത്തനത്തിന് പോയപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ വചനം ഞാൻ ഓഡിയോ ബൈബിൾ ഇട്ട് കൊടുത്തിട്ടാ പോകുന്നത്. സ്തോത്രം. അപ്പോൾ എന്നോട് പറഞ്ഞത്, അതെ, ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും 2 പ്രാവശ്യം അത് കേട്ടു കഴിഞ്ഞു. ഇപ്പം 3-ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും, അടുത്ത 3-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേന് ഇതാ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞിപ്പോ 4-ാമത്തെ പ്രാവശ്യത്തേക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കേൾക്കാനിടയായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സമയം കിട്ടുമ്പോഴൊക്കെ ഓഡിയോ ബൈബിൾ കേൾക്കണം. ആമേൻ. ഈ ബൈബിൾ ക്ലാസ്സുകളൊക്കെ റെഗുലറായിട്ട് വീണ്ടും വീണ്ടും കേൾക്കണം. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. ഉറക്കത്താൻ വായിച്ചപ്പോൾ ഷണ്ണനോടൊരു ചോദ്യം, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ പറയുന്നത്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? അതേ എന്റെ സഹോദരങ്ങളെ. അപ്പോൾ തേര് നിർത്താൻ കൽപ്പിച്ചു, തേര് നിർത്തി. അതിൽ പൊരുൾ തിരിച്ചു കൊടുത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു പോകുമ്പോൾ ഇങ്ങനെ പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്നാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിക്കുന്നു. എന്നാ പെട്ടാട്ടെ എന്നാണോ പറഞ്ഞ്? അല്ല, ഒരു നിർബന്ധമില്ല, ഒരു സമ്മർദ്ദമില്ല. പിന്നെ എങ്ങനെയാണ്? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. പ്രൈസ് ലോർഡ്. സ്നാനം എന്ന വിഷയം എടുക്കാൻ നമുക്കിവിടെ അധികം സമയമില്ല. ആമേൻ. അങ്ങനെ അതേ,
ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ സ്നാനപ്പെടുത്തുകയും പിന്നീട് ദൈവാത്മാവ് തന്നെ എടുത്തുകൊണ്ടുപോയി തന്നെ അസ്തോദിൽ പിന്നെ കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതേ സഹോദരങ്ങളെ, അപ്പോൾ തിരുവെഴുത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചതിൽ മറ്റൊരാളാണ് ശമരിയക്കാരത്തിയായ സഹോദരി. നോക്കുക, 5 കുടുംബജീവിതം തകർന്നു. 6ാമത്തെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് മശികായുമായി അവൾ കണ്ടുമുട്ടൽ ഉണ്ടാകുന്നത്. സംഭാഷണത്തിനിടയിൽ അവൾ പറഞ്ഞു, മശിക വരും എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലതും ഉപദേശിച്ചു തരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, തിരുവെഴുത്തിലൂടെ അന്വേഷിച്ചവരിൽ 3 പേര്, ഒന്ന് ശമരിയക്കാരത്തിയായ സ്ത്രീ, മറ്റൊന്ന് ഷണ്ണൻ, പ്രവചനത്തിലൂടെ അന്വേഷിച്ച ആളാണ് അതേ ആ നഥനയിൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയിലൂടെ അന്വേഷിച്ചവരുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? യഥാർത്ഥ ദൈവഭക്തി ആണെങ്കിൽ ദൈവവചനത്തിന് 1ാം സ്ഥാനം കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുന്നതാണ് റിയൽ ഗോഡ് ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ 10ാമത്തെ അധ്യായത്തിലേക്ക് ദയവായി വന്നാട്ടെ, അപ്പോസ്തല പ്രവൃത്തി. അവിടെ നമ്മൾ വായിക്കുന്നത് ഇറ്റലിയ പട്ടാളത്തിൽ അതേ കൊർനെല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ, ഒരു സെഞ്ചൂറിയൻ, അദ്ദേഹം റോമൻ പട്ടാളത്തിന്റെ ഒരു സൈന്യാധിപനാണ്. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച്, എന്താണ്? അദ്ദേഹം വളരെ ഭക്തനായിരുന്നു, കുടുംബത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അതിന്റെ 1 മുതൽ താഴോട്ട് വായിച്ചാട്ടെ വേഗം. കൈസര്യയിൽ ഇറ്റാലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത്, നിങ്ങൾ കുറിച്ചിടണം. 1 ഭക്തൻ വരയിടണം. 2 രണ്ടാമത്തെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. 3 ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവൻ. 4 എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. ഇദ്ദേഹം ആരാ? രക്ഷിക്കപ്പെട്ട ആളാണോ? അല്ല. സ്നാനപ്പെട്ട ആളാണോ? അല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആളാണോ? അല്ല. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന എന്താണ്? ദൈവഭക്തനായ മനുഷ്യൻ. നോക്കിയേ, അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഒരു ലിമിറ്റിൽ ഒതുങ്ങുന്ന ഒരു കാര്യം അല്ല, അതിന് വളർച്ചയുണ്ട്. നോക്കുക, ഇദ്ദേഹം കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്ന ആളാണ്, ഭക്തനായ മനുഷ്യനാണ്, ധാരാളം ധർമ്മം കൊടുക്കുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ പ്രയർ ടൈം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പ്രയർ ലൈഫ് ഉള്ള ആളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷേ ദൈവം താൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയച്ചിട്ട് തന്നെ പേര് വിളിക്കുന്നു. കൊർനെല്യോസേ എന്ന് ദൈവം വിളിക്കുകയാണ്. അതെ, അടിയനിത. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നീ ദൈവം പറയുന്ന 4-ാം വാക്യം ശ്രദ്ധിച്ച്, അവനെ ഉറ്റുനോക്കി. അപ്പോൾ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, ഈ ദൈവദൂതൻ വന്നിട്ട് രക്ഷിക്കപ്പെടാൻ പറഞ്ഞോ? ഇല്ല. സ്നാനപ്പെടാൻ പറഞ്ഞോ? ഇല്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൂതന്മാരുടെ കയ്യിലല്ല സുവിശേഷം കൊടുത്തിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാനുള്ള ദൗത്യം കൊടുത്തിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട, കർത്താവ് വിളിച്ചു വേർതിരിച്ച തൻ്റെ ശിഷ്യഗണങ്ങളായ തൻ്റെ മക്കളോടാണ്. സ്തോത്രം. അപ്പോസ്തലന്മാരായ 12 പേരെ തെരഞ്ഞെടുത്തെങ്കിലും കർത്താവ് അവരോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ മാർഗത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു പ്രത്യേകത. സകല ജാതിയിലും സകല ഭാഷയിലും സകല കുലത്തിലും സകല കുടുംബങ്ങളിലും സകല ഗോത്രത്തിലും സകല വംശത്തിലുമുള്ള സകല മനുഷ്യർക്കും യേശുക്രിസ്തു ഒരുപോലെ അതേ ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്ന ഏവർക്കും ഒരുപോലെ നിത്യജീവൻ, എല്ലാവർക്കും ഒരേ ആത്മീയാഹാരം, എല്ലാവർക്കും ഒരേ സ്നാനം, എല്ലാവർക്കും ഒരേ കർത്തൃമേശ, എല്ലാവർക്കും ഒരേ അഭിഷേകം, എല്ലാവർക്കും ഒരേ നിത്യത. എത്ര മഹത്തായ ഒരു സ്വർഗീയ പദവിയാണതല്ലേ? പ്രൈസ് ലോർഡ്. കർത്താവ് വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ കയറി പറയുകയാണ്, ഇന്ന് നമ്മൾ പല കളറിൽ ചോക്ലേറ്റിന്റെ കളർ ഇരിക്കുന്ന പോലെയാണ് ഇതിന്റെ കണ്ടന്റ് എല്ലാം ഒന്നാകട്ടോ. സ്തോത്രം. വെളുത്തതും ചുമന്നതും കറുത്തതും മഞ്ഞളിച്ചതും
മൂക്ക് ചപ്പിപ്പോയതും അതേ ചൈനക്കാരനെ പോലെ ഇരിക്കുന്നതും കൊറിയക്കാരെ ഇരിക്കുന്ന പോലെയും ഓരോ രാജ്യക്കാരുടെ ആ മുഖത്തിലല്ല പ്രൈസ് ഗോഡ് നാം അവനെ കാണുമ്പോൾ അവനോട് സദൃശ്യന്മാരാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അന്ന് ഒരു വൈകല്യവുമില്ലാത്ത സ്വർഗീയ ശരീരം നമുക്കത് കിട്ടും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവഭക്തനായ മനുഷ്യന്റെ അരികിൽ ദൈവിക ഇടപെടൽ നടക്കും. പ്രൈസ് ലോർഡ്. ഇദ്ദേഹം മതഭക്തനല്ല, ദൈവഭക്തനാണ്. ദൈവഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തേ പറ്റും. നോക്കിയേ, അപ്പോൾ ദൈവഭക്തിയുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു ദൈവിക ഇടപെടൽ, ഒരു എൻകൗണ്ടർ അവർക്കുണ്ടാവും സഹോദരങ്ങളെ. മാത്രമല്ല തമ്പുരാൻ പറയാണ്, നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും എല്ലാം എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇതിനകത്തൊരു മെസ്സേജ് നമുക്കുണ്ടല്ലേ. കർത്താവിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എവിടൊക്കെ ചെയ്തിട്ടുണ്ടോ, അതിന്റെ എല്ലാം കണക്ക് ദൈവസന്നിധിയിലുണ്ടല്ലേ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? കൊട്ടിഘോഷിച്ച് ആമേ കാഹള ഊതുന്നതായിട്ടല്ല. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. നിന്റെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതേ സഹോദരങ്ങളെ, ആമേ സന്തോഷത്തോട് കൊടുക്കുന്നവനെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കുന്ന വചനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമർത്തിക്കുലുക്കി കവിനോര് നല്ല അളവ് മടിയിൽ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ദാനധർമ്മം ഭയങ്കരമായിട്ട് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അപ്പൊ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്ന ഇത്രയേ ഉള്ളൂ, നീ ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ചിട്ട് പത്രോസ് എന്ന് മറുപേരുള്ള ശിമയോനെ വരുത്തണം. ഇനി നോക്കിയേ, അവൻ തൊകൽ കൊല്ലനായി ശിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു, അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച്, ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോ? ദൈവം പറഞ്ഞു കൊടുത്തു. വീടിന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു. വീട്ടിലെ നായകന്റെ പേര് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു. അവിടെ പാർക്കുന്ന ആളിന്റെ പേര് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു. ആരെയാ വിളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു. സൗരങ്ങളെ, നിന്റെ വിടുതൽ, നിന്റെ നന്മ, നിന്റെ വഴി, നിനക്ക് വേണ്ടത് എവിടെ ഉണ്ടെന്നുള്ളത് കൃത്യമായി ദൈവത്തിന് അറിയാമെന്ന് ഓർത്തോണം. നിനക്ക് ഒരുക്കേണ്ട വഴി, ഒരുക്കേണ്ടതിന് ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാറിൽ കരം വെച്ച് വിശ്വാസത്തോടെ ഒന്ന് പറയാമോ, എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാം വേണ്ടത് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉണ്ട്, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. ഒന്ന് നന്ദിയുള്ള ഹൃദയത്തോടൊന്ന് പറഞ്ഞേ, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ട്. യേശുവിന്റെ രക്തം ജയം. എൻ്റെ തലമുറയ്ക്ക് വേണ്ടത് എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. അവരുടെ ഭാവിക്ക് വേണ്ടത് എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ട്. ഈ വചനം നമ്മുടെ ഉള്ളിൽ ആശ്വാസത്തിന്റെ പ്രഖ്യാപനമായി തീരട്ടെ സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രൈസ് ഗോഡ്, അത് നിമിത്തം യോപ്പയിലേക്ക് ആളയക്കുകയാണ്. ഭക്തിയുള്ള പടയാളികളെയാണ് അയക്കുന്നത്. താൻ സെഞ്ചൂറിയനാണ്, അപ്പോൾ ശതാധിപനായ മനുഷ്യനാണ്. ഒരുപക്ഷെ 100 അതേ റോമൻ പട്ടാളക്കാരുടെ മേലുദ്യോഗസ്ഥനായിരിക്കും. നല്ല റാങ്കിലുള്ളതാണ്. നമ്മൾ ആർമിയിൽ നോക്കിയാൽ അതേ കോപ്പിൾ മുതല് എയർഫോഴ്സിൽ കോപ്പിൾ മുതല് അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാർജന്റ് ആവും. സാർജന്റ് മൂത്ത് കഴിഞ്ഞാൽ JW ആവും, പിന്നെ വാറന്റ് ഓഫീസർ ആവും, പിന്നെ ഗ്രീൻ പൈലറ്റ് ആവും, പിന്നെ പൈലറ്റ് ആവും, പിന്നെ സ്റ്റേഷൻ കമാൻഡർ ആവും. അങ്ങനെ പോകുന്നു എയർഫോഴ്സിന്റെ സെക്ഷൻ. ആർമിയിലേക്ക് വരുമ്പോൾ സുബേദാർ വരുന്നു, സുബേദാർ മേജർ വരുന്നു, ക്യാപ്റ്റൻ വരുന്നു, പിന്നെ മേജർ വരുന്നു, അത് കഴിഞ്ഞേച്ച് ലെഫ്റ്റനന്റ് കേണൽ വരുന്നു, പിന്നെ കേണൽ വരുന്നു, പിന്നെ ബ്രിഗേഡിയർ വരുന്നു. അങ്ങനെ പോകുന്ന ആ സെക്ഷൻ. അപ്പോൾ അതിന്റെ താഴെ നൈക്കും നൈ സുബേദാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, പട്ടാളത്തിൽ തന്നെ ഒരു ക്യാപ്റ്റന്റെ റാങ്കിലായിരിക്കാം ഒരുപക്ഷെ ആയിരിക്കുന്നത്. പട്ടാളത്തിലുള്ള ആളുകൾ ദൈവഭക്തിയോടെ പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ. പക്ഷേ ഒരു ദൈവഭക്തന് എവിടെ ദൈവം ജോലി നൽകിയാലും അവന് ദൈവകൃപയിൽ നിലനിൽപ്പാനുള്ള കൃപ കർത്താവ് നൽകും. നോക്കുക, ദൈവഭക്തനായ മനുഷ്യനെ ദൈവം രക്ഷാനുഭവത്തിലേക്ക് നയിക്കുന്നു, സ്നാനത്തിലേക്ക് നയിക്കുന്നു. താൻ അയൽവാസികളായി എല്ലാവരും വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. എന്താണ്? തമ്പുരാൻ ദൂതനെ അയച്ചിട്ടാണ് ഒരാളെ പ്രസംഗം കേൾക്കാനായിട്ട് വിളിച്ചത്. ഈ സമയത്ത് ദൈവം തമ്പുരാൻ ഇതാ പത്രോസ് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി ഇരിക്കുമ്പോൾ ഒരു തുപ്പട്ടി മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. താൻ കാണുന്നത് ദർശനം. ഇതിൽ സകലവിധ അതേ മൃഗജാലങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച താൻ കാണുന്നു. നോക്കിക്കേ, അതിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ 20 ദൈവം തമ്പുരാൻ
പത്രോസിനോട് സംസാരിക്കുന്ന ഒരു ഭാഗം നമ്മൾ 12-ാം വാക്യം മുതൽ കാണുന്നുള്ളൂ. ഭൂമിയിൽ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 14 വാക്യമാണ് അടുത്തത്. അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ട്. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയത് യാതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3-ാം പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. നോക്കുക, അതുവരെയും പത്രോസും അവിടെയുള്ള ശിഷ്യഗണങ്ങളും എല്ലാം യഹൂദന്മാരുടെ ഇടയിൽ തന്നെയാണ് അവർ സുവിശേഷീകരണം നടത്തിയിരുന്നത്. ജാതികളുടെ ഇടയിൽ, അന്യ മതസ്ഥരായ ജനങ്ങളുടെ ഇടയിൽ, അന്യജാതിക്കാരുടെ ഇടയിൽ സുവിശേഷം അവർ പങ്കുവച്ചില്ല. കർത്താവരോട് പറഞ്ഞത്, ഇത് യഹൂദന് മാത്രമല്ല, ഇത് യവനന്മാർക്കും അതേ ജാതികൾക്കും മുഴുവൻ വെളിപ്പെടാനുള്ള രക്ഷയും വെളിച്ചവുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇത് താൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് രണ്ടുപേർ വന്ന് മുട്ടുന്നത്. കാര്യം പറഞ്ഞപ്പോൾ ശീമോൻ അത് മനസ്സിലായി. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ശരിയായ ഭക്തി സത്യത്തിലേക്ക് വഴി നടത്തുന്നു എന്നുള്ളതും ശരിയായ ഭക്തി സത്യവചനത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതുമാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? കൊർന്നല്യോസ് അവരെ കൊർന്നല്യോസിനെ സ്നാനപ്പെടുത്തുകയും പത്രോസ് വായി തുറന്ന് വചനം സംസാരിക്കുമ്പോൾ 44-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഒരാൾ വായിച്ചാട്ടെ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അടുത്തത്, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ, ഇവിടെ വചനം പ്രസ്താവിക്കുവാൻ അതേ പൗലോസ് അധരം തുറന്നപ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റത്തെ പ്രസംഗം പോലും ആയില്ല. അതിനു മുമ്പ് ആത്മാവിനാൽ എല്ലാവരെയും തമ്പുരാൻ നിറച്ചു. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും നിറച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, നമ്മിലൊരാളെ പോലെ ദൈവം ഇവരെ ആക്കി കഴിഞ്ഞു. ഇനി ഇവർക്ക് സ്നാനം കൊടുത്തേ പറ്റൂ, അത് ദൈവ കൽപ്പനയാണ്. അപ്പോൾ താൻ പറയുകയാണ്, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്നവർ അപേക്ഷിച്ചു. നോക്കുക, 11:1 പറയുന്നു, ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പൊ ശരിയായ ദൈവഭക്തി, ഞാന് നിങ്ങൾക്ക് സ്നാനസംബന്ധമായ അതേ കാര്യത്തിന് കുറച്ച് വാക്യങ്ങൾ തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. വേഗം നിങ്ങൾ എഴുതണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം വേഗം പറഞ്ഞു പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം, 22-ാം അധ്യായം 16-ാം വാക്യം, 1 പത്രോസ് 3-ാം അധ്യായം 21-ാം വാക്യം, യോഹന്നാൻ 3:5, മർക്കോസ് 16:16, മത്തായി 28:19, 1 കൊരിന്തി 12:13, അപ്പോസ്തല പ്രവൃത്തി 2:41, അതിന് ആക്സൻ ഇട്ടാ മതി, റോമർ 6:3-4, ഗലാത്യർ 3:27, 1 കൊരിന്തി 12:13, റോമർ 6:4,
കൊലോസ്യർ 2:12-13. ഒന്ന് പത്രോസ് 3:21. അപ്പോസ്തല പ്രവൃത്തി 8:12, 19:4, ലൂക്കോസ് 3:16, മത്തായി 28:19-20. ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ ഇനിയും തരാനുണ്ട്. പക്ഷേ നമുക്ക് സമയച്ചൊരുക്കം ഞാൻ ഈ വാക്യങ്ങളിലെല്ലാം സ്നാനത്തിന്റെ അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നീട് സാവകാശം റെഫറൻസ് എടുത്തുകൊള്ളുക. ഇനി നമ്മൾ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം തമ്പുരാൻ മാസിഡോണിയയിലേക്ക് അയക്കുമ്പോൾ മക്കദോന്യ ദേശത്തേക്കുള്ള ഒരു വിളി ദർശനത്തിലൂടെ കാണുകയും അവിടെ ഫിലിപ്പിയ പട്ടണത്തിലേക്ക് താൻ എത്തിച്ചേർന്ന് ശബത്ത് ദിവസം താനിങ്ങനെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടോ എന്നറിയാനായി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആത്മാവ് നയിച്ചത് ഒരു പുഴവക്കത്തേക്കാണ്. അവിടെ പ്രാർത്ഥനാ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും തുയത്തൈര പട്ടണക്കാരത്തിയായ ഒരു സഹോദരി, അന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് ആയിരിക്കുന്ന രക്താംബരം വിൽക്കുന്ന ഒരു കട നടത്തുന്ന ലുദിയ എന്ന് പറയുന്ന ഒരു ദൈവഭക്തയായ സഹോദരി ശബത്ത് നാളിൽ കടയടച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ചില സഹോദരിമാരെയും കൂട്ടിയിട്ട് അവര് പുഴവക്കത്തേക്ക് പോയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആരാധന സ്ഥലം ഇല്ല എന്ന് വിചാരിച്ച് ആരാധന അവർ മുടക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങും ആരാധനയ്ക്ക് പോകുന്നില്ല. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആലയമാണ്. പ്രൈസ് ഗോഡ്. ആമീൻ. അത് 2-3 പേർ എവിടെ കൂടിയാലും കർത്താവ് അവിടെ കാണും. ഒരിക്കലും നിങ്ങൾ ഒരു ആരാധന മുടക്കരുത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാലും നിങ്ങൾ അതേ മുഷിഞ്ഞ വസ്ത്രമെല്ലാം മാറ്റി അതേ കുളിച്ച് ശുദ്ധിയായി നിങ്ങളൊരു പായെടുത്തിട്ട് ഒരു സ്ഥലത്ത് മാറിയിരുന്ന് നിങ്ങൾ കുടുംബമായിരുന്ന് ആരാധിക്കണം. ഒറ്റയ്ക്കാണോ ഉള്ളത്, അത് ഒരുങ്ങി ദൈവസനെ വന്നിരുന്ന് ആരാധിക്കണം. വചനം പറയുന്നു, ഞാനോ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അലക്ഷ്യതയോടുകൂടി അതേ അശുദ്ധിയോടുകൂടി അതേ നമ്മൾ ആരാധനയ്ക്കായിട്ട് വീട്ടിൽ ഇരിക്കരുത്. നിങ്ങൾ അതിനുള്ള ഒരു ശുദ്ധീകരണത്തോടെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരുങ്ങി വേണം ദൈവസനയിൽ വന്നിരിക്കാനായിട്ട്. കാരണം നമ്മൾ വന്നിരിക്കുന്നിടം പായിലാണെങ്കിലും നമ്മൾ ദൈവവുമായി സംസാരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നാഥനോടാണ് സംസാരിക്കുന്നത്, സർവത്തിന്റെ സൃഷ്ടിതാവിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തികഞ്ഞ ദൈവഭയത്തോടും ദൈവഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും കൂടെ വേണം നമ്മൾ പ്രാർത്ഥനയ്ക്കായിരിക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായം അതിന്റെ 13, 14, 15 വാക്യങ്ങൾ വേഗമൊന്ന് വായിച്ചാട്ടെ. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. നോക്കിക്കേ, വചനം കേൾക്കാൻ യഥാർത്ഥ ദൈവഭക്തരാണെങ്കിൽ എന്തിന് പ്രാധാന്യം നൽകും? ദൈവവചനത്തിന് പ്രാധാന്യം നൽകും. അതാണ് മതഭക്തിയും ദൈവഭക്തിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ആരെ കണ്ടാലും മതഭക്തിയിലുള്ളവരാണെങ്കിൽ വചന കേൾക്കാൻ താല്പര്യം വരത്തില്ല. അവർക്ക് പാരമ്പര്യ ഭക്തിയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ റിയൽ ആയിട്ടുള്ള ദൈവഭക്തരായ ആളുകളാണെങ്കിൽ നിങ്ങൾ വചനം പങ്കുവെക്കുമ്പോൾ അവരുടെ ഉള്ളം വചനത്തിനായി ദാഹിക്കും. കാരണം അവർ റിയലാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ വചനം കേൾക്കേണ്ടതിന് വേണ്ടി ഈ ദൈവഭക്തയായ ഈ സഹോദരിയോട് അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. എല്ലാരും കേൾക്കുന്നുണ്ട്. കൂട്ടത്തിൽ ലുദിയ എന്ന സഹോദരിയെ കുറിച്ചുള്ള സാക്ഷ്യമായി ഇവിടെ എഴുതിയിരിക്കുന്നത് അവൾ ദൈവഭക്തയാണ്. അവൾ കേട്ടോണ്ടിരുന്ന അവളുടെ ഉള്ളം കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. നോക്കിക്കേ, അപ്പൊ വചനം ഒരാള്
കേൾക്കണമെങ്കിൽ റിയലായ ദൈവഭക്തി ഉള്ളവർക്ക് മാത്രമേ കേൾക്കാൻ താല്പര്യം വരികയുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, റിയലായിട്ടുള്ള ദൈവഭക്തി ഉള്ളവർ വചനം കേട്ടാൽ ഇവരുടെ ഹൃദയം തുറക്കും ദൈവം. അപ്പൊ ഹൃദയം തുറന്നില്ലേലും ഭക്തരാണ്. അവളുടെ ഹൃദയം ഇതുവരെയും തുറക്കപ്പെട്ടിട്ടില്ല. എന്നാൽ തമ്പുരാൻ തുറന്നു കഴിഞ്ഞപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ കർത്താവ് ഹൃദയം തുറന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സ്നാനപ്പെടാൻ പറ്റൂ. കർത്താവ് ഹൃദയം തുറന്നവർക്ക് മാത്രമേ ദൈവകൽപ്പന അനുസരിക്കാൻ പറ്റൂ. കർത്താവ് ഹൃദയം തുറന്നവർക്ക് മാത്രമേ വിശുദ്ധന്മാരെ കൈക്കൊള്ളാൻ പറ്റൂ. സ്തോത്രം. ദൈവമക്കളെ, ഇന്നലകളിൽ ദൈവഭക്തരായി ഒരു ജീവിതമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മളെ സ്നേഹിച്ച സ്നേഹം, നമ്മളെ സ്വർഗത്തിലെ പിതാവ് ആകർഷിച്ചല്ലോ. ദൈവവചനത്താൽ ക്രിസ്തു നമ്മളെ രൂപാന്തരപ്പെടുത്തിയല്ലോ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ശരിയായ ബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനം ചെയ്തല്ലോ. ഇന്ന് നമുക്ക് മഹിമ കണ്ട സാക്ഷികളായി ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം നൽകിയിരിക്കുന്ന സാധ്യത അനുസരിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ ആ മഹത്തായ ഭാഗ്യത്തെ ഓർത്ത് എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും നമുക്ക് മതി വരികയില്ലല്ലോ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ എഴുതിയിരിക്കുന്നത്? അവളും കുടുംബവും സ്നാനപ്പെട്ടു. അവൾ പറയുകയാണ്, എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ, എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ. അതേ സഹോദരങ്ങളെ, അപ്പോൾ ദൈവഭക്തരായ ആളുകൾ തങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറക്കപ്പെടുകയും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവർക്ക് മനസ്സിലായത് എന്താ? ദൈവഭക്തയെങ്കിലും അവൾക്ക് മനസ്സിലായത് ക്രിസ്തീയ ജീവിതം കളിപ്പീരിന്റെ ജീവിതമല്ല, തട്ടിപ്പിന്റെ ജീവിതമല്ല. കർത്താവിൽ നിങ്ങൾ എന്നെ വിശ്വസ്തയെന്നെണ്ണിയിരിക്കുന്നുവെങ്കിൽ, ബിസിനസ്സിൽ എല്ലായ്പ്പോഴും വിശ്വസ്ത കാണിക്കാൻ പാടാണ്. പക്ഷേ അവളുടെ ഉള്ളത്തിൽ ദൈവം നൽകിയ കാഴ്ചപ്പാട് നോക്കിയേ, വിശ്വസ്തയെന്നെണ്ണിയിരിക്കുന്നെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ. അതേ സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവവചനത്തിന് ബന്ധനമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവഭക്തരായ ആളുകളുടെ പ്രത്യേകത എന്താണ്? പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം കൂടെ നിങ്ങൾ റെഫറൻസ് ആയി കുറിച്ചുകൊള്ളുക. എന്താണ് അവിടെ കാണുന്നത്? ഭക്തന്മാരായ ആളുകൾ സത്യവാന്മാരായിരിക്കും, ദുരാദായം വെറുക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരായ ആളുകളുടെ പ്രത്യേകതയാണ് അവർ സത്യവാന്മാരായിരിക്കും, ദുരാദായം വെറുക്കുന്നവരായിരിക്കും. അപ്പോൾ നെഹമ്യാവ് അതേ ആ വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ഒക്കെ മതിൽ പണിതതിന് ശേഷം താനെ കഥകൾ വെക്കുകയും വാതിൽ കാവൽക്കാരെയും കൊയർ ഗ്രൂപ്പുകളെ ഒക്കെ നിയമിക്കുകയും ചെയ്തു. നമ്മൾ വായിപ്പാനിടയായി തീർന്നു. ഹനന്യാവിന്റെ പ്രത്യേകതയാണ് നമ്മൾ വായിച്ചത്. അവൻ മറ്റു പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ദൈവഭക്തിയെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ 4 സെഷനുകൾ ദൈവാത്മാവ് അങ്ങനെ കൊണ്ടുപോയത്. ഇനി പല സംശയങ്ങൾ പലർക്കും അതിനകത്തുണ്ട്. മറിയഭക്തി അത് നല്ലതാണോ? മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നത് അത് ശരിയാണോ? ഇതൊക്കെ തിരുവചന വെളിച്ചത്തിൽ നാം വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. യേശുവിന്റെ അമ്മ വിശുദ്ധ ആണ് എന്ന് മാത്രം വിശ്വസിച്ചു പോകുന്ന ഒരു ജനതയുണ്ട്. നിശ്ചയമായും വിശുദ്ധയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. വിശുദ്ധന്മാരുടെ കൂട്ടത്തിലുള്ളതാണ്. എൻ്റെ അമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആ ഒരു മാതാവാണ് യേശുവിന്റെ അമ്മയായ മറിയ. എന്നാൽ ആരാധിക്കുന്നില്ല. എന്തുകൊണ്ട്? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അമ്മയായ മറിയയും അപ്പോസ്തലന്മാരോട് ഒരുമിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ മാളികമുറിയിൽ വന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവവചനം പറയുന്നത് നിങ്ങൾ എഴുതി വെക്കുക, യേശുവിന്റെ അമ്മ വിശുദ്ധയാണ്, നിത്യകന്യകയല്ല. ഹെഡിങ് എഴുതിയിട്ട് എഴുതിക്കൊള്ളുക. എന്തായാലും നമുക്ക് ഈ ക്ലാസ്സിൽ അത് തീർത്ത് അങ്ങ് പോകാം. അപ്പോൾ യേശുവിന്റെ അമ്മ വിശുദ്ധയാണ്, എന്നാൽ നിത്യകന്യകയല്ല. എന്തുകൊണ്ട്? ലൂക്കോസ് 2:7 കാണുന്നത് ആദ്യജാതനെ പ്രസവിച്ചു എന്നാണ്. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഒന്നാമത്തേന്നല്ലേ? എന്നാൽ ദൈവപുത്രനോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ പറയുന്നത് എന്താണ്? തന്റെ ഏകജാതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ ആദ്യജാതനെ പ്രസവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ തെളിവ് നമ്മൾ
ഇപ്പോൾ തെളിയിക്കുന്നത് യേശുവിന്റെ അമ്മ വിശുദ്ധയാണ്, എന്നാൽ നിത്യകന്യകയല്ല എന്നതിന്റെ തെളിവാണ്. നിങ്ങൾക്ക് പൊരുൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് വേദവിദ്യാർത്ഥികളായി നിങ്ങൾക്ക് ഈ റെഫറൻസ് നൽകുന്നത്. ലൂക്കോസ് 2:7 നമ്മൾ കണ്ടു, ആദിജാതനെ പ്രസവിച്ചു. അതെ, രണ്ടാമത് എഴുതുന്നത് മത്തായി 1:25 കാണുന്നത്, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് കാണുന്നു. അഥവാ അവർ കൂടി വന്നില്ല, ശാരീരിക ബന്ധങ്ങളിൽ അവർ ഏർപ്പെട്ടില്ല എന്നുള്ളതാണ് 1:25 അതിൽ തെളിയിക്കുന്നത്. യോഹന്നാൻ 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കല്യാണത്തിന് വന്നിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി 7:3, യോഹന്നാൻ 7:3 അവന്റെ സഹോദരന്മാർ അവനോട് എന്ന് നമ്മൾ കാണുന്നു. 7:5 അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല എന്ന് കാണുന്നു. 7:10 അവന്റെ സഹോദരന്മാർ പോയ ശേഷം രഹസ്യത്തിൽ പോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി മത്തായി 13:54 ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? സഹോദരിമാരെന്ന് പറയുമ്പോൾ മിനിമം എത്ര പേര് കാണും? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ, എല്ലാരും അഡ്മിറ്റ് ചെയ്ത്. എത്ര കാണും ഷൈല സിസ്റ്ററെ? ഷീല കെന്നത്ത് മിനിമം? മ്യൂട്ടാ. ഡെയ്സി സിസ്റ്റർ, മിനി സിസ്റ്റർ, എത്ര പേര് കാണും? അലീന, എത്ര പേര് കാണും? ഒന്നിലധികം. എന്നാൽ നമ്മൾ കാണുന്നത് അവന്റെ സഹോദരന്മാരായ യാക്കോബ്, യോസേ, ശിമിയോൻ. മർക്കോസ് 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? എന്നിട്ട് എന്താ പറയുന്നത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമിയോൻ. യേശുവിന് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? 4 സഹോദരന്മാർ. ആരൊക്കെ? യാക്കോബ്, യോസേ, യൂദ, ശിമയോൻ. ഒന്ന് പറഞ്ഞാട്ടെ. യാക്കോബ്, യോസേ, യൂദ, ശിമയോൻ. അപ്പൊ 4 ബ്രദേഴ്സ് ആയല്ലോ. ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? അപ്പൊ മിനിമം 2 കാണും അല്ലേ? അപ്പൊ 6. അപ്പൊ യേശുവിനെ കൂടാതെ യേശുവിന്റെ അമ്മയായ മറിയ 6-ൽ പരം മക്കളെ പ്രസവിച്ചു. അതുകൊണ്ട് യേശുവിന്റെ അമ്മയായ മറിയ നിത്യ കന്യകയല്ല എന്ന് നാം മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ എന്ന് നമ്മൾ കാണുന്നു. പ്രൈസ് ഗോഡ്. ഇനി ലൂക്കോസ് 8:19 കാണുന്നു, അവന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? അവന്റെ അമ്മയും സഹോദരന്മാരും പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. അപ്പോൾ യേശുവിന്റെ അമ്മ വിശുദ്ധയാണ്, ദർ ഇസ് നോ ഡൗട്ട്. പക്ഷേ നിത്യകന്യകയല്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. അതുകൊണ്ട് യോഹന്നാൻ 2:5 കൂടെ ചേർത്തിടണം. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞത് എന്താണ്? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഇനി അടുത്ത ചോദ്യം, ദൈവഭക്തി ഉള്ള ആളുകൾ അതേ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? അത് ദൈവഭക്തിയുടെ ഭാഗമാണോ? ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? ഏക മധ്യസ്ഥൻ യേശു മാത്രം. അങ്ങനെ എഴുതണം, ഏക മധ്യസ്ഥൻ യേശു മാത്രം എന്ന് എഴുതിയിട്ട് ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ എഴുതണം. 1 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ദൈവം ഒരുവൻ മാത്രം. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രം. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മനക്കലച്ചൻ സത്യം തിരിച്ചറിഞ്ഞ് സ്നാനപ്പെട്ട് ദൈവറിവിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ലോകത്തിൽ മാറ്റപ്പെട്ടുപോയി. അതേ, കോട്ട ധ്യാന കേന്ദ്രത്തിൽ പാടിക്കൊണ്ടിരുന്ന അനേക ഗാനങ്ങൾ അദ്ദേഹം മാത്രം എഴുതിയ ഗാനങ്ങളാണ്. അദ്ദേഹമാണ് മറ്റൊരുവനിലും രക്ഷയില്ല, യേശു മാത്രം മധ്യസ്ഥൻ എന്ന് അദ്ദേഹം ആ പാട്ട് എഴുതുവാൻ ഇടയായിത്തീർന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ സദാ പക്ഷപാതം ചെയ്യുന്നവൻ ക്രിസ്തു മാത്രമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി 8-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ക്രിസ്തുവാണെന്നാണ്. ഇനി എബ്രായ ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ
പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു എന്ന് കാണുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണം. 1 യോഹന്നാൻ 2:1 നോട്ട് ചെയ്യണം. റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം, യോഹന്നാൻ 14:13-14 ഈ വാക്യങ്ങളിലെല്ലാം യേശു ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ എന്ന് എഴുതിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ തൽക്കാലം നിർത്തുന്നു. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമ്മൾ വായിച്ചത് ഏതൊരു ആളിനേക്കാളും ദൈവഭക്തനായിരുന്നു എന്നുള്ളതാണ്. ഞാനും ഒരു സെഷൻ കൊണ്ട് ആ ക്ലാസ് തീർക്കണമെന്നാണ് വിചാരിച്ചതെങ്കിലും ദൈവഭക്തി എന്നുള്ള വിഷയത്തിന് വളരെ ഗൗരവമായ നിലയിൽ പരിശുദ്ധാത്മാവ് ഊന്നൽ കൊടുത്തത് കൊണ്ടാണ് ഈ ക്ലാസ് വീണ്ടും ആ ഒരു വാക്യത്തിന്റെ ഒരു വാക്കിൽ നിന്ന് 4 ക്ലാസ്സുകളിലേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ എത്രമാത്രം ദൈവവചനം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ഇച്ഛിക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ഒരു സംശയം ചോദിച്ചാട്ടെ. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞില്ലേ മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പ്രശസ്തനായ ഒരു ദേവദാസന, ഞാനിപ്പോ പേര് പറയുന്നില്ല, ആ പാസ്റ്റ് ഇങ്ങനെ പ്രസംഗിച്ചപ്പം പറയുകയാണ്, ക്രിസ്തു മാത്രമേ ഉള്ളൂ മധ്യസ്ഥൻ, പിന്നെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കണമെന്നോ അല്ലെ. ഇപ്പം പാസ്റ്റർ ഇപ്പം പറയല്ലോ നമുക്ക് ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയല്ലോ. അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്, അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അല്ല, ഈ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരോടല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സിസ്റ്റർ എൽസ ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. എന്നോടല്ല എൽസ പ്രാർത്ഥിച്ചത്, എനിക്ക് വേണ്ടി ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ഡെയ്സിക്ക് മനസ്സിലായോ? മനസ്സിലായി. നാം ഇപ്പം ഡെയ്സിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഡെയ്സിയോടല്ല പ്രാർത്ഥിക്കുന്നത്, ഡെയ്സിക്ക് വേണ്ടി കർത്താവിനോടാ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിനോടാ, തിരുനാമത്തിലാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പ ഇരുന്ന കാലഘട്ടത്തിൽ മധ്യസ്ഥന്മാരായ ഒരുപാട് ആളുകളെ വാഴിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുൻപുണ്ടായിരുന്ന കുറെ മധ്യസ്ഥന്മാരുടെ ലിസ്റ്റിൽ നിന്ന് കുറെ മധ്യസ്ഥന്മാരെ എടുത്തു കളഞ്ഞതായിട്ട് നമ്മൾ അറിയുവാനിടയായി തീർന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ സൗരങ്ങളെ. നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നവൻ മാത്രമാണ് നമ്മുടെ ഏകരക്ഷകനും നമുക്ക് വേണ്ടി ഇടപെടാതെ മധ്യസ്ഥയാണ്. നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കലായി ദൈവവചനം പഠിക്കാനായിട്ട് സംശയങ്ങൾ ചോദിക്കുന്നതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഡെയ്സിക്ക് പഠിക്കാൻ മനസ്സുള്ളത് കൊണ്ടാണ് സംശയം ഉണ്ടായത്. നല്ല അഭിനന്ദിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്താൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന മനുഷ്യരായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ആ യാഥാർത്ഥ്യം? സത്യം തിരിച്ചറിയാതെ നിരവധി ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായെങ്കിൽ മാത്രമേ, അവരുടെ ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ ഈ പൂട്ടിൽ നിന്ന് അവർ പുറത്തു വരികയുള്ളൂ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവർ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതേ സത്യം അറിയുന്നവർക്ക് മാത്രമേ സത്യം സ്വതന്ത്രമാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സത്യം തിരിഞ്ഞാലേ സത്യത്തിലേക്ക് തിരിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ശ്രദ്ധിപ്പാനിടയായി തീർന്നു. നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു, അവരാൽ നയിക്കപ്പെടുന്നവർ നശിച്ചു പോകുന്നു. ഫേക്കായിട്ടുള്ള, റോങ് ആയിട്ടുള്ള ടീച്ചിങ്ങിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് റീഡ് ദ ബൈബിൾ എവറി ഡേ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവവചനത്തിന് 1-ാം സ്ഥാനം കൊടുത്ത്, കർത്താവിന്റെ ഉപദേശത്തിന് 1-ാം സ്ഥാനം കൊടുത്ത്, ഭക്തിയോടെ ഭയത്തോടെ നമ്മൾ ജീവിച്ചാൽ കർത്താവിന്റെ കാഹളത്തിൽ നമ്മൾ എടുക്കപ്പെടാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പ്രൈസ് ടു ജീസസ്. ഷാജി സി തോമസ് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന അടിയങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമേറിയ കർത്താവേ, നല്ല രാത്രിയുടെ യാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
രാത്രിയിൽ കർത്താവെ പല ഭവനങ്ങളിൽ, പലയിടങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇരുന്ന് കർത്താവെ ഈ സൂമിൽ പ്ലാറ്റ്ഫോമിൽ കൂടെ അടിയങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ വചനം ശ്രവിപ്പാൻ തക്കോണം കർത്താവെ ഞങ്ങൾക്കൊരു അവസരം കൂടെ ദൈവം ഈ ഭൂമിയിൽ ഞങ്ങളുടെ ആയുസ്സിൽ തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വചനത്തിൽ സംസാരിപ്പാൻ തക്കോണം കർത്താവെ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഭക്തിയോടെ ജീവിപ്പാൻ, കർത്താവെ ഭയത്തോടെ യഹോവയെ ഘോഷിപ്പാൻ, വിറയലോടെ കോഴിചുല്ലസിപ്പാൻ, ഭയത്തോടെ യഹോവയെ സേവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യഹോവ ഭക്തന്റെ ദൃഢധൈര്യമുണ്ട്, തന്റെ മക്കൾക്കും ശരണമുണ്ടാകുന്ന വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ കർത്താവെ, നിർമ്മലമായ ഒരു ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നെന്ന് വായിക്കുന്നത് പോലെ കർത്താവ്, സത്യാത്മാവ് വരുമ്പോൾ ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത വചനപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് അടിയങ്ങളെ ദിനംതോറും ഈ വചനത്തിൽ ജീവിപ്പാൻ, വചനത്തിൽ നിലകൊള്ളുവാൻ കർത്താവെ ദൈവത്തിന്റെ ആത്മാവ് അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വചനം കേട്ട ഞങ്ങൾക്ക് ആർക്കും ഇത് ശിക്ഷാവധിക്ക് കാരണമായി തീരാതെ അനുഗ്രഹത്തിനും നിത്യജീവനും കാരണമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ ചെയ്യണമേ. വചനം സംസാരിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ദാസനെ ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ പിന്നെയും ശക്തമായി എടുത്ത് ഉപയോഗിക്കുമാറാകണമേ, കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ആരോഗ്യം ബലവും എല്ലാം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശുശ്രൂഷയുടെ ആഴങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം, എല്ലാ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ തുടർന്നും ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവെ. താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതയ്ക്കായി നന്ദി. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ പരിശുദ്ധ പിതാവേ, കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോട് എല്ലാവരോടും കർത്താവിന്റെ ഒരുവിടിയിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്തിൽ നിന്ന് കൂടുതൽ ആഴമായി അറിയുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. ആമേൻ. God bless you all. Amen. Hallelujah. Thank you, Pastor B. Praise God. Thank you. Praise the Lord. Amen. Praise the Lord. Thank you, Pastor. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. The Lord. Amen. Amen.